ഇപ്പം പൊതുവെ പറഞ്ഞാൽ കേരളത്തിൽ കൂടുതൽ പേര് വ്യായാമം എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട് ആൾക്കാർ. അതൊരു നല്ല കാര്യമാണ്. ലോകാരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം മിനിമം 30 മിനിറ്റെങ്കിലും നടക്കണം എന്നാണ്. അത് എയറോബിക്കായിട്ടുള്ള നടത്തം മതി. സാധാരണ പോലെ നടന്നാൽ അത് തീർച്ചയായിട്ടും നല്ലതാണ്. പൊതുവെ നമ്മുടെ മാംസപേശികളുടെയും അസ്ഥികളുടെയും ആരോഗ്യം നിലനിർത്താൻ പറ്റും. ഹൃദയത്തിൻ്റെ കാർഡിയാക് കണ്ടീഷനിങ് നടക്കും. അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഉണ്ട്. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പക്ഷേ അതോടൊപ്പം ഇപ്പോൾ നടക്കുമ്പം അത് സുരക്ഷിതമായിട്ട് നടക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് പറയാൻ കാരണം ഇന്നലെ പെരുമ്പാവൂരിൽ ഒരു 63 വയസ്സുള്ള ഒരു സ്ത്രീ നടന്നപ്പം അവരുടെ പിന്നിൽ നിന്നൊരു കാർ വന്ന് അവരെ ഇടിക്കുകയും അവർ മരിക്കുകയും ചെയ്തു. അത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. ക്യാപ്സൂൾ കേരള കഴിഞ്ഞ സെപ്റ്റംബറിൽ 2024 സെപ്റ്റംബറിൽ ഇങ്ങനെ ഈ അപകടങ്ങൾ റോഡിൽ നടക്കാനുമൊക്കെ പോകുന്ന ആൾക്കാർക്കുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഒരു കണക്ക് എടുക്കുകയുണ്ട്. അത് പത്രത്തിൽ വന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് ക്യാപ്സൂൾ കേരള നോക്കിയത്. അത് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് 19 പേര് ഇങ്ങനെ റോഡിൽ വെച്ച് മരിച്ചുപോയി എന്നുള്ളതാണ്. അതിൽ 18 പേര് നടത്തയുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങളാണ്. ഇതൊരു വലിയൊരു നമ്പറാണ് ശരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു പ്രത്യേക ശ്രദ്ധ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതായിട്ടുണ്ട്. നടന്ന് റോഡിൽ വെച്ച് മരിച്ച ഈ 18 പേരുടെയും ശരാശരി പ്രായം 55 വയസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പേപ്പട്ടി കഴിച്ച് 5 പേര് രാവിലെ കടിക്കുകയുണ്ടായി. ഈ 5 പേരും നടക്കാൻ വന്നവരാണ്. മ്യൂസിയത്തിൻ്റെ അകത്ത് നടന്നു പോയ ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് പല രീതിയിലുള്ള സുരക്ഷ എന്നുള്ള ഒരാശയം കൂടെ നമ്മൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒപ്പം കൂട്ടണം എന്നുള്ളതാണ്. കഴിയുന്നിടത്തോളം റോഡ് നിയമങ്ങൾ പാലിക്കുക, നടപ്പാതയുള്ള കാൽനടക്കാർക്ക് വേണ്ടി സുരക്ഷിതമായിട്ടുള്ള പാത ഉണ്ടാക്കുന്നിടത്ത് മാത്രമേ റോഡിൽ നടക്കാവൂ. ബാക്കിയുള്ള അല്ലാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ നടത്താനായിട്ട് ഉപയോഗിക്കേണ്ടത്. പ്രത്യേകമുള്ള ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ നടപ്പാതകളോ നടക്കാൻ വേണ്ടി സർക്കാരോ അല്ലെങ്കിൽ പഞ്ചായത്തുകളോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ സുരക്ഷിതമാണ് എന്നുള്ള സ്ഥലങ്ങളിൽ വേണം നടക്കാനായിട്ടുള്ളത്. ഒരു നടക്കാനായിട്ടുള്ള ഇടങ്ങളിൽ ഏത് തിരഞ്ഞെടുത്താലും അവിടെ അപകടകരമായിട്ടുള്ള മൃഗങ്ങളൊന്നും വരാത്ത ഇടമായിരിക്കണം. അത് പാമ്പാകാം, നായ്ക്കളാകാം, മറ്റെന്തെങ്കിലും മൃഗങ്ങളാകാം. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും വരത്തില്ല എന്നുള്ള ഉറപ്പ് അതിൻ്റെ അകത്തുണ്ടാവണം. പിന്നെ മറ്റ് ചിലർ നടക്കുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്നത്, എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് ഇരുട്ടത്ത് നടക്കുമ്പോഴാണ്. വളരെ വെളുപ്പിനെ നടക്കുമ്പോഴത്തേക്കും അത്ര വെളിച്ചം കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഇമാതിരിയുള്ള ചില സുരക്ഷാ മാർഗ്ഗങ്ങൾ നോക്കണം. കാര്യം വെറുതെ റോഡിൽ കൂടെ നടക്കുന്നത് അത്ര സുരക്ഷിതമാണ് എന്നുള്ള ധാരണ പാടില്ല. അതാണ് കണക്കുകൾ കാണിക്കുന്നത്.